ഇപ്പോൾ അതിൽ നിന്ന് 4 പടങ്ങൾക്ക് ഇപ്പോൾ പെർമിഷൻ തന്നിട്ടുണ്ട് അവർ. അതിൽ ബീഫൊക്കെ പെർമിഷൻ തന്നു എന്നാണ് ഞാൻ കേട്ടത്. ഇപ്പോൾ അതിൽ കോമഡി അതാണ്. ബീഫ് എന്ന് പറഞ്ഞാൽ അവർ തെറ്റിദ്ധരിച്ചു, കാരണം ബീഫിനെ കുറിച്ചുള്ള സിനിമയാണെന്ന്. പക്ഷെ അതല്ലല്ലോ സംഭവം, അത് മനസ്സിലായവർ. പിന്നെയുള്ള സിനിമകൾ, പലസ്തീൻ സിനിമകളിൽ ഒരെണ്ണം ഇപ്പോൾ സാങ്ഷൻ തന്നിട്ടുണ്ട്, ബാക്കി തന്നിട്ടില്ല. അവർ കാരണം വ്യക്തമാക്കണം, അതാണ് പറഞ്ഞത്. ഇന്ന കാരണം കൊണ്ട് ഇന്ന സിനിമ ഞങ്ങൾക്ക് അനുമതി തരാൻ കഴിയില്ല എന്ന് വ്യക്തമാക്കിയാൽ ആ മെയിലിൽ അവരത് അയച്ചാൽ മതിയില്ല. അത് ഒരു ലോട്ടറായിട്ട് കാണിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഓരോ സിനിമകളുടെയും കാരണം പറയണമല്ലേ, അതിൻ്റെ പൊളിറ്റിക്സ് ഇവിടെ കാണിക്കാൻ പറ്റുന്നതല്ല. അതല്ലെങ്കിൽ അത് മറ്റൊരു രീതിയിൽ ഈ രാജ്യത്തിന് ദോഷമുണ്ട്. ഇത് രണ്ടും അല്ലാത്തത് എന്താണ് പ്രശ്നം? ഒരു സിനിമ സെൻസർ ചെയ്യാത്ത സിനിമകളാണല്ലോ എല്ലാ ലോകത്തെല്ലാ ഫെസ്റ്റിവലും കാണിക്കുന്നത്. ഇപ്പോൾ നമുക്കിപ്പോൾ വിദേശത്ത് വരുന്നൊരു സിനിമ ഇന്ത്യയിൽ കൊണ്ടുവന്ന് സെൻസർ ചെയ്യണമെന്ന് ആ ഫിലിം മേക്കറുടെ അടുത്ത്, പ്രൊഡ്യൂസറുടെ അടുത്ത് പറയാൻ പറ്റുമോ? പറ്റില്ലല്ലോ. ഇന്ത്യയിലുള്ള സിനിമകൾ സെൻസർ ചെയ്തിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. സെൻസർ ചെയ്യാത്ത സിനിമകൾ ഇവിടെ കാണിക്കാം. ഇതുപോലെ INB പെർമിഷൻ വാങ്ങിച്ചാൽ മതി. സെൻസർ ചെയ്യണമെന്ന് ഫെസ്റ്റിവൽ നിയമത്തിൽ എവിടെയും പറയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു നിബന്ധനയേ അല്ല. ഇത്രയും വർഷമായില്ലേ, ഇപ്പോൾ IFFI എത്ര വർഷമായി നടത്താൻ തുടങ്ങിയിട്ട്? അവിടെയൊക്കെ സെൻസർ ചെയ്ത പടങ്ങളാണ് കാണിക്കണമല്ലോ. അപ്പോൾ അതിലൊന്നും കാര്യമില്ല. ഇത് ഒരു പിടിമുറുക്കൽ തന്നെയാണ്.